Dear students, today we are discussing the procedure and the format for preparing cash flow statement. Okay, firstly we are going through the procedure for preparation of cash flow statement. The first stage is find net cash flow from operating activities. We have already discussed how to calculate cash flow from operating activities. There are two methods used, direct method and indirect method. So the first stage is calculate net cash flow from operating activities using direct method or indirect method. Then second stage, find net cash flow from investing activities. And the third one is find net cash flow from financing activities. ഓക്കെ, നമ്മൾ സെയിം ഫോർമാറ്റിനുള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കും, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 1 by 1 ആയിട്ട് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ എമൗണ്ട് നമ്മൾ 2 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യും. ലാസ്റ്റ് കോളത്തിൽ ലാസ്റ്റ് എമൗണ്ട് മാത്രം കാണിക്കും. ലൈക്ക് വൈസ് സെക്കൻഡ് ഹെഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അത് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ തേർഡ് വി വിൽ കാൽക്കുലേറ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. Then the fourth stage is find the combined net cash flow. അല്ലേ, നമ്മൾ ഓപ്പറേറ്റിംഗ്, ഫിനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഇത് മൂന്ന് കൂടി ആഡ് ചെയ്തുകൊണ്ട് വി വിൽ ഫൈൻഡ് നെറ്റ് ഓർ കമ്പൈൻഡ് നെറ്റ് ക്യാഷ് ഫ്ലോസ്. ദെൻ നെക്സ്റ്റ് വൺ ആഡ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വിവലൻസ് അറ്റ് ബിഗിനിങ്. നെക്സ്റ്റ് ഈ ഒരു ടോട്ടൽ ക്യാഷ് ഫ്ലോയോടുകൂടി വി വിൽ ആഡ് ദ opening cash balance. Cash and cash equivalents, here we will take the two items, that is cash in hand and cash at bank. So we will total the opening balance of cash in hand and cash at bank and it will be provided here. The result will be cash or cash equivalents at end. Okay, ഇങ്ങനെ ആഡ് ചെയ്ത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട്, അതായത് നെറ്റ് ക്യാഷ് ഫ്ലോ, കമ്പൈൻഡ് നെറ്റ് ക്യാഷ് ഫ്ലോ, ആഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വിവലൻസ്, ദെൻ ദ റിസൾട്ട് വിൽ ബി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഇക്വിവലൻസ്. ഓക്കെ, ഇത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എന്ന് പറയുന്നത് ക്യാഷ് അറ്റ് എൻഡ് ആയിരിക്കും. സോ by looking into the question we can confirm whether our solution is correct or not. നമ്മൾ പ്രോബ്ലം ചെയ്ത് ശരിയാണോ അല്ലയോ നമുക്ക് നോക്കാൻ പറ്റും. കാരണം ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് തന്നെയാണോ നമുക്കിങ്ങനെ കിട്ടുന്ന റിസൾട്ട് എന്ന് നോക്കിയാൽ നമ്മൾ ചെയ്ത പ്രോബ്ലം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ പ്രൊസീജിയേഴ്സ് പറഞ്ഞത് ഫസ്റ്റ് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. ഫസ്റ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓർ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, വി വിൽ യൂസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ്. സെക്കൻഡ് നെറ്റ് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, നെറ്റ് ഇൻക്രീസ്, മൂന്ന് കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ഓർ ക്യാഷ് ഇക്വിവലൻസ്, അങ്ങനെയാണ് നമ്മൾ പറയുക. Then add cash or cash equivalents at beginning. The result will be cash or cash equivalents at end. This is the detailed format of cash flow statement. ഇത് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. So I am going through each area differently. First നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡിങ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020. ഓക്കെ, ഹെഡിങ് പ്രൊവൈഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഫസ്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാരണം ദ പോപ്പുലർ മെത്തേഡ് ഈസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. നമ്മളെപ്പോഴും ചെയ്യേണ്ടിയിരിക്കുന്ന മെത്തേഡ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സോ ഫസ്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുക. വി നോ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ. ദെൻ ആഡ് നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡെബിറ്റഡ്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ, ലോസ് ഓൺ സെയിൽ, ഗുഡ് വിൽ എക്സെട്ര. ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ലെസ് നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ക്രെഡിറ്റഡ്, അല്ലേ, നമ്മൾ ക്രെഡിറ്റ് ചെയ്ത നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഒക്കെ ലെസ് ചെയ്യും. ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ എക്സെട്ര. ഓക്കെ, ദ റിസൾട്ട് വിൽ ബി നെറ്റ് cash operating profit before working capital changes, because we have to adjust increase or decrease in current assets or current liabilities. So അതിന് മുമ്പുള്ളതാണ്. So we will say cash operating profit before working capital changes. Then ഐറ്റംസിനോടുകൂടി we will adjust working capital changes, add decrease in current assets, increase in current liabilities, less increase in current assets,
decrease in current liabilities. The result will be cash from operation. Then എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലെസ് ഇൻകം ടാക്സ് പെയ്ഡ്, ഇൻകം ടാക്സ് ലെസ് ചെയ്യണം. ദ ബാലൻസ് വിൽ ബി നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. Then the second part will be cash flow from investing activities. Here we will show the items: sale of fixed asset, purchase of fixed asset, sale of investment, purchase of investment, etc. Then we will total cash flow from investing activities. Then the third part, cash flow from financing activities. We will show the items: issue of share, redemption of preference share, it is a outflow. Okay. Then issue of debentures, redemption of debentures, loans raised, loans repaid, interim dividend paid, final dividend paid, etc. Okay. Then we will find the third total, that is net cash flow from financing activities. And last one is we will total all the three cash flows: operating, financing and investment activities as net cash flow for the year. Okay, we will find the total. Then add opening balance of cash and cash equivalents. ഇതിനോടുകൂടി നമ്മൾ opening balance of cash or cash equivalents add ചെയ്യും. Then the total will be calculated. The total will be closing balance of cash and cash equivalents. Okay. This is the detailed format. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്, കംപ്ലീറ്റ് ഫോർമാറ്റാണ്. ഓക്കെ, താങ്ക് യു.